നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം. നമ്മൾ 21-ാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ ചെറു വീഡിയോയിൽ ചർച്ച ചെയ്തത്. അതിലൊരു തത്വജ്ഞൻ്റെ, ജ്ഞാനിയുടെ, മുക്തപുരുഷൻ്റെ കർമ്മത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അത് കർമ്മമില്ല, കർമ്മങ്ങളൊന്നും തൻ്റേതായി കാണുന്നില്ല, കർമ്മവും കർമ്മഫലവും. എങ്കിലും നിരാശീർ യഥചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുറുവൻ ആപ്നോതി കിൽബിഷം. അപ്പോൾ ആശയില്ല ഒന്നിനോടും, തനിക്ക് എന്നുള്ളതൊന്നും ആശ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഫലങ്ങളിൽ ആശയുടെ ആവശ്യമില്ല എന്നത് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ എല്ലാം നടക്കുന്നത് പോലും നടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് താനൊന്നും ചെയ്യുന്നില്ല, താനൊന്നും ഭുജിക്കുന്നുമില്ല എന്നുള്ള രണ്ടുമില്ല. അങ്ങനെ രണ്ടുമില്ലാതെ ത്യക്ത സർവപരിഗ്രഹ, പരന്മാരിൽ നിന്ന് എല്ലാം ഒന്നും സ്വീകരിക്കാത്തവനായ വിവേകി, തനിക്കായിട്ടൊന്നും സ്വീകരിക്കുന്നില്ല, താനൊന്നും സ്വീകരിക്കുന്നുമില്ല, താനൊന്നും കൊടുക്കുന്നുമില്ല, കർമ്മങ്ങളേ ഇല്ല. ആന്തരികമായിട്ടുള്ള ആ ജ്ഞാനത്തിൽ ശാരീരം കേവലം കർമ്മകുർവൻ കിൽബിഷം നാപ്നോതി എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. ശരീര നിർവഹണത്തിനുമായി മാത്രം ആ പൂർണ്ണ സന്യാസി ഭിക്ഷാടനം, പണ്ടുകാലത്ത് ഭിക്ഷാടനം മാത്രമാണ് അവർക്ക് ധർമ്മമായിട്ടുള്ളത്. ശരീരത്തെ നിലനിർത്താൻ ഭിക്ഷാടനം, അത് കഴിഞ്ഞ് മറ്റുള്ള കർമ്മങ്ങളൊന്നും ലോകസന്മയ്ക്കായിട്ട് പോലും അങ്ങനെയൊന്നും പൂർണ്ണമായി ആ സന്യാസത്തിലില്ല. ആ സന്യാസിയുടെ നിലയാണ് പറയുന്നത്. ആത്മാവിൽ തന്നെ അകർമ്മത്തെ കണ്ടുകൊണ്ട് തൻ്റെ ആത്മാവിൽ തന്നെ നിത്യതൃപ്തനായി ഇരിക്കുന്ന ആ നിത്യസന്യാസി, അദ്ദേഹം ശരീരം നിലനിർത്താൻ, ശരീര നിർവഹണത്തിന് മാത്രം ഉതകുന്ന കർമ്മങ്ങളെ ചെയ്യുന്നവനായിട്ട് കിൽബിഷം നാപ്നോതി, കിൽബിഷം സംസാരത്തെ അല്ലെങ്കിൽ സംസാര ദോഷത്തെ പ്രാപിക്കുന്നില്ല എന്ന് കണ്ടു. അടുത്ത ശ്ലോകം 22-ാമത്തെ. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാധീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാഭി ന നിബധ്യതേ. യദൃച്ഛാലാഭസന്തുഷ്ട, യാദൃച്ഛികമായിട്ട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല, അതിന് എന്ത് കിട്ടുന്നുവോ അതിൽ സന്തുഷ്ടനാണ്, സംതൃപ്തിയാണ്. അപേക്ഷിക്കാതെ കിട്ടുന്നത്, അല്ലാണ്ട് എന്തെങ്കിലും എനിക്ക് വേണമെന്നുള്ളതൊന്നുമില്ല അവിടെ. അങ്ങനെ എനിക്ക് നേടാനായിട്ടൊന്നുമില്ല. തത്വജ്ഞനെ, ജ്ഞാനിയെ സംബന്ധിച്ചോളം, മുക്തനെ സംബന്ധിച്ചോളം ഒന്നും നേടാനായിട്ടില്ല, അല്ലെങ്കിൽ കിട്ടാനായിട്ടില്ല. കിട്ടാതിരിക്കുന്ന വസ്തുക്കളും ഇല്ല, അങ്ങനെ രണ്ടുമില്ല. അങ്ങനെ ദ്വന്ദ്വാതീത, ശീതോഷ്ണ അങ്ങനത്തെ തുടങ്ങിയ ദ്വന്ദ്വാതീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം ദുഃഖം, ലാഭം നഷ്ടം, മാനാപമാനം, ജയം പരാജയം, ഇങ്ങനെയുള്ള ഈ ദ്വന്ദ്ങ്ങളിലൊന്നും, ആ വികാരങ്ങളെ എല്ലാത്തിനും തന്നിൽ സ്പർശിക്കാത്ത, അതല്ലെങ്കിൽ അതിനെല്ലാം ജയിച്ച, വിമത്സരഹ, മാത്സര്യമില്ലാത്തവൻ. വിമത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളോടോ വിഷയങ്ങളോടൊന്നും വൈരാഗ്യ ബുദ്ധിയില്ല, മത്സര ബുദ്ധിയൊന്നുമില്ല. അവിടെ ഞാൻ എൻ്റെ എന്നുണ്ടെങ്കിലേ മത്സരമുള്ളൂ വേറൊരാളായിട്ട്. അവിടെ യാതൊന്നും കാണുന്നില്ല, അങ്ങനെ ഞാൻ അല്ലാതെ, ആത്മതത്വമല്ലാതെ മറ്റൊന്നുമില്ല എന്നവിടെ വിമത്സരനാണ്. അവിടെ മത്സര ബുദ്ധിയോ വൈരാഗ്യ ബുദ്ധിയോ ഒന്നും വ്യക്തികളോടും വിഷയങ്ങളോടൊന്നുമില്ല. അങ്ങനെയുള്ള ആ സർവസംഘ പരിത്യാഗി സന്യാസി സിദ്ധൗ അസിദ്ധൗ ച, സിദ്ധി കിട്ടുമ്പോഴോ അസിദ്ധി എന്തെങ്കിലും കിട്ടാതിരിക്കുമ്പോഴോ സമഹകൃത്വാഭി നിബദ്ധ്യതേ. സമഹകൃത്വ, അവിടെ നിർവികാരനാണ്, സമമായിട്ടുള്ള ബുദ്ധി കൊണ്ട് കൃത്വാഭി നിബദ്ധ്യതേ. അപ്പോൾ അവിടെ കർമ്മം ചെയ്താലും, അത് ശരീര മനോബുദ്ധികൾ കൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്താലും അവിടെ ബന്ധിക്കുന്നില്ല, അവിടെ ആശയില്ല. തനിക്ക് തൻ്റെ എന്നുള്ളത് അങ്ങനെ ഒരു ഇതില്ല. ഞാൻ എൻ്റെ എന്നുള്ളത് ആശ വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് ആശകളിൽ നിന്നും നടക്കുമ്പോൾ, ആശയ്ക്കനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ, എൻ്റെ ഇഷ്ടത്തിന് നടന്നു കഴിഞ്ഞാൽ അത് സുഖം, അത് നടക്കാതിരുന്ന ദുഃഖം. അതുപോലെ ഇഷ്ടങ്ങളായ കർമ്മങ്ങളിലേക്ക് എൻ്റെ മനസ്സ് പോകുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, ഇഷ്ടമല്ലാത്തതിനോട് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ധർമ്മത്തെ ചിലപ്പോൾ ചെയ്യാതെ വരും. ചെയ്യുമ്പോൾ തന്നെ അതിൽ ആശ വെച്ച് ചെയ്യും. അപ്പം നടന്നാൽ സുഖം, നടന്നില്ലെങ്കിൽ ദുഃഖം. അത് പക്ഷേ സുഖം തന്നെ, അത് നടന്ന ഏത് കാര്യം കിട്ടിയാലും അതൊന്നും നിലനിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ വീണ്ടും ദുഃഖം തന്നെ, എത്ര കിട്ടിയാലും നമ്മുടെ മനസ്സിന് തൃപ്തി വരുന്നില്ല. അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഒരു ജ്ഞാനിക്കില്ല. അപ്പോൾ ഒരു ജ്ഞാനിക്കില്ല എന്ന് പറയുന്നത്, ജ്ഞാനി എന്നുള്ളത് വേറൊരാളെ മനസ്സിലാക്കാനല്ല, മറിച്ച് നമ്മുടെ
നമ്മുടെ സ്വരൂപത്തെ തന്നെ, നമുക്ക് നമ്മുടെ സ്ഥിതിയെ തന്നെ മനസ്സിലാക്കി തരാനാണ്. അപ്പോൾ ഒരു സാധനയ്ക്ക് ആത്മസ്വരൂപത്തെ നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഒരു തത്വജ്ഞന്റെ നിലയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഒരു തത്വജ്ഞനെ അറിഞ്ഞിട്ടൊന്നും നമുക്കറിയാൻ സാധ്യമല്ല. നമ്മൾ ആ തത്വജ്ഞന്റെ ആ അല്ലെങ്കിൽ നിലയല്ല, അതൊന്നും മാനസികമായിട്ടുള്ള നിലകളല്ല, നമുക്കതിൻ്റെ സാധനയ്ക്കായിട്ട് അല്ലെങ്കിൽ ആ തത്വജ്ഞന്റെ നിലയെ, തത്വത്തെക്കുറിച്ച് തിരിച്ചറിവിനായിട്ട്, ജ്ഞാനത്തിനായിട്ട് അത് നമ്മളെ ഉപദേശിക്കുകയാണ്. ഒരു തത്വജ്ഞൻ ആശകളൊന്നുമില്ല, ഒന്നിനോടും നിരാശീർ നിർമ്മമോ ഭൂത്വ എന്നുള്ളത് നമ്മളവിടെ കണ്ടതാണ്. മമതയോ ആശയോ ഒന്നുമില്ല. അപ്പോൾ താൻ എൻ്റെ എന്നുള്ളതൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഒന്നും നേടാനോ അല്ലെങ്കിൽ ഇനി വല്ലതും നേടാതിരിക്കുന്നത് വല്ലതോ അങ്ങനെയുള്ളതൊന്നുമില്ല അദ്ദേഹത്തിന്. അങ്ങനെയുള്ള യദൃച്ഛാ ലാഭസന്തുഷ്ടനാണ്. അപേക്ഷിക്കാതെ തന്നെ കിട്ടുന്നതുകൊണ്ട് സംതൃപ്തനാണ്. കിട്ടിയാൽ ഓക്കെ, കിട്ടിയില്ലെങ്കിലും ഓക്കെ എന്നുള്ള ആ ഭാവത്തിലാണ് തത്വജ്ഞൻ്റെ. അവിടെ അങ്ങനെയുള്ള ദ്വന്ദ്വാതീതനാണ്. അതായത് അപ്പോൾ സുഖവും ദുഃഖവും അല്ലേ, സുഖം ഉണ്ടാവാം, ദുഃഖം ഉണ്ടാവാം. പുറമേ നിന്നുണ്ടാവുന്ന ഇപ്പോൾ നല്ല ചൂടുകാലമാണ്, അതിൻ്റെ ദുഃഖങ്ങൾ ഉണ്ടാവാം. എ സി ഉണ്ടെങ്കിൽ ഓക്കെ, എ സി ഇടുന്നു. ഇല്ലേ, നിവൃത്തിയില്ല, ഒരു ഫാന് പോലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അതിനെ സഹിക്കുക. അവിടെ വേറെ വഴിയൊന്നുമില്ല, അതിന് പരാതികളൊന്നുമില്ല, പരാതിപ്പെടാനൊന്നുമില്ല. അയ്യോ എനിക്കിങ്ങനെ ആയല്ലോ, അങ്ങനെ ആയല്ലോ, അങ്ങനെയല്ലോ, അങ്ങനെയുള്ള ഒരു പരാതികളൊന്നും ഒരു തത്വജ്ഞനിൽ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മളെ ഒരു സാധകന് തിദിക്ഷ എന്ന് പറഞ്ഞത്. അപ്പോൾ എ സി ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളുണ്ട്, അത് ഇട്ടുകൊണ്ട് അവൻ തത്വജ്ഞൻ അല്ലാതെയൊന്നും ആകുന്നില്ല. എല്ലാം സഹിക്കണമല്ലോ, അതുകൊണ്ട് സഹിക്കുന്നില്ല, അവൻ എ സി എന്തിനായിട്ടിരിക്കുന്നത്, അങ്ങനെയില്ല. പക്ഷേ എ സി ഇല്ലെങ്കിൽ അവനതിന് പരാതികളൊന്നുമില്ല, അല്ലെങ്കിൽ ഫാൻ ഇല്ലെങ്കിൽ അതിന് പരാതികളൊന്നുമില്ല. സൗകര്യങ്ങൾക്കനുസരിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. അവരവരുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനനുസരിച്ച് തത്വജ്ഞൻ ധർമ്മത്തിനനുസരിച്ച്, ശരീരത്തെ നിലനിർത്തുന്നതും ധർമ്മമാണ്. ഇപ്പോൾ ഒരു കർമ്മയോഗിയാണെങ്കിൽ ശരീരത്തെ നിലനിർത്തേണ്ടതും അവൻ്റെ ധർമ്മമാണ്. അപ്പോൾ ശരീരത്തിന് ശരിയായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ട വ്യായാമം, ഉറക്കം, വിശ്രമം, അതുപോലെ മരുന്നുകൾ, അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം ചെയ്തിരിക്കണം. അവിടെ ഞാൻ എൻ്റെ ശരീരത്തോടും ഇല്ല. അപ്പോൾ ശരീരത്തോടും പുറത്തും എല്ലാം അവനോട് ധർമ്മങ്ങൾ കർമ്മയോഗി അനുഷ്ഠിക്കുന്നു. അപ്പോൾ കർമ്മയോഗി പോലും ഇതിൽ ദ്വന്ദ്വാതീതനായി ഇരിക്കണം എന്ന് പറയുമ്പോൾ ഒരു ജ്ഞാനിയുടെ നില എന്താ? അത് സാധ്യമായ നിലയാണ്. അപ്പോൾ ആ സാധ്യമായ നിലയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ദ്വന്ദ്വാതീതനാണ്, വിമത്സരനാണ്. വ്യക്തികളോടും വിഷയങ്ങളോടൊന്നും വൈരാഗ്യ ബുദ്ധിയോ അല്ലെങ്കിൽ മത്സര ബുദ്ധിയോ ഒന്നും ഇല്ല അവിടെ. ഞാനല്ലാതെ മറ്റൊന്നും ഇല്ല അവിടെ. ഭഗവൻ ആ തത്വദർശനമല്ലാതെ മറ്റൊന്ന് ഇഹ നാനാസ്തി കിഞ്ചന, ഇവിടെ ഒട്ടും നാനാത്വം ഇല്ല എന്നുള്ളതാണ് ജ്ഞാനം. അപ്പോൾ അവിടെ മറ്റ് കർമ്മങ്ങളൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം കർമ്മം ചെയ്യുന്നത് കണ്ടാലും പുറമേണാണ് കാണുന്നത്. കർമ്മങ്ങൾ കാണുന്നത് പരദൃഷ്ടിയിലാണ്. അപ്പോൾ മറ്റുള്ളവർ കണ്ടാൽ ആ കർമ്മങ്ങളൊന്നും ഒരു തത്വജ്ഞനെ ബാധിക്കുന്നില്ല, ബന്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അടുത്തതായ ശ്ലോകം, ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രവിലീയത്തെ. ഗതസംഗസ്യ മുക്തസ്യ, സംഘം ഇല്ലാതായി, അതായത് ആസക്തി ഇല്ലാതായി ഒന്നിനോട്, ഫലത്തോടൊന്നും. കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള ആസക്തി കർമ്മത്തോടുമില്ല, കർമ്മഫലത്തോടുമില്ല, അങ്ങനത്തെ ആസക്തി ഇല്ലാത്തവനും. മുക്തസ്യ, കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനങ്ങളിൽ നിന്ന് വിട്ടവൻ. അപ്പം ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ്, കർമ്മഫലങ്ങളിലും ആ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനങ്ങൾ വിട്ടവൻ. ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാനാണ് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത് എന്നൊരു തത്വജ്ഞനില്ല. അങ്ങനെയുള്ള ആ തത്വജ്ഞൻ ജ്ഞാനാവസ്ഥിത ചേതസ, ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ മനസ്സോടുകൂടിയ എന്ത് ചെയ്യുന്നു? യജ്ഞായ ആചരത സമഗ്രം കർമ്മ പ്രവിലീയതേ. യജ്ഞായ, ലോകക്ഷേമത്തിനായി അല്ലെങ്കിൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി, ആചരത സമഗ്രം കർമ്മ. അപ്പോൾ സമഗ്രമായ കർമ്മങ്ങൾ, അത് കർമ്മവും കർമ്മത്തിൻ്റെ ഫലങ്ങളും രണ്ടും, ഫലമടക്കം സമഗ്രം കർമ്മം യജ്ഞായ, ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി, ആചരത, അങ്ങനെ ആചരിക്കുമ്പോൾ സമഗ്രം കർമ്മ പ്രവിലീയതേ, കർമ്മവും കർമ്മഫലവും അതെന്താ, രണ്ടും നിശേഷം ഫലം കൊടുക്കാൻ സാമർഥ്യമില്ലാതെ ആയിത്തീരുന്നു. അപ്പോൾ അതിനെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഫലങ്ങളാണ് അല്ലേ. ഞാൻ കർമ്മമേ ചെയ്യുന്നില്ല, ഫലങ്ങൾ ഇച്ഛിക്കുന്നില്ലെങ്കിൽ അത് രണ്ടും എന്നിലേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ മുക്തനായി, കർമ്മ ശുദ്ധിയായി, കർമ്മത്തിനുള്ള ബന്ധനങ്ങളിൽ നിന്നും മുക്തനായി. ഇത് തന്നെയാണ് മോക്ഷം. കർമ്മങ്ങളിൽ ബന്ധനം വരുന്നത് നമ്മുടെ ആശ കൊണ്ടും ഞാൻ ചെയ്യുന്നു, ഞാൻ ഭുജിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ തത്വജ്ഞാനം കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാവും. അപ്പോൾ പിന്നെ അവനെ
ആ കർമ്മങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ ആശകളില്ല, ഫലത്തോട് ആശയില്ലെങ്കിൽ ആ ആശയിൽ നിന്ന് വരേണ്ട സുഖദുഃഖങ്ങളും ഇല്ല. സർവ പരിത്യാഗിയാണ്, സർവസ്വതന്ത്രനാണ്. കർമ്മങ്ങൾ ഇന്നത് ചെയ്യണമെന്നില്ല, ഇന്നത് ചെയ്യണ്ടെന്നില്ല, അങ്ങനെ യാതൊന്നുമില്ല. പക്ഷേ ലോകക്ഷേമത്തിനായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിഭേദം, അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ബുദ്ധിഭേദം ന ജനയേ അജ്ഞാനിനാം കർമ്മസംഖ്യനാം. അജ്ഞാനികളായ കർമ്മസംഖ്യകളായ കർമ്മത്തോട് ബന്ധപ്പെട്ട് കർമ്മത്തിൽ ഫല ഇച്ഛയോടെ ചെയ്യുന്ന ആ കർമ്മസംഖ്യകൾക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കാതെ ഒരു ജ്ഞാനി പോലും ലോകക്ഷേമത്തിനായി കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴും ഇതൊന്നും ബന്ധിക്കുന്നില്ല ഒരു ജ്ഞാനിയെ എന്ന് ഇവിടെ കാണിക്കണം. അപ്പം ഇതെല്ലാം പറയുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മതത്വ ബോധത്തോടുകൂടി ഒരു കർമ്മയോഗി പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ചിത്തശുദ്ധി പ്രാപ്യമായി ജ്ഞാനനിഷ്ഠനല്ല, കർമ്മയോഗിയും അജ്ഞാനിയാണ്. അപ്പോൾ ആ കർമ്മയോഗിക്ക് ഇതൊരു സാധനയിൽ അതവന് ആ തത്വജ്ഞാനത്തെക്കുറിച്ചുള്ള ഉറപ്പിനായിട്ട് ഇതിവിടെ പറയുകയാണ്. അപ്പോൾ അത് ആ തത്വബോധത്തോടു കൂടി ഇതിനെ അറിഞ്ഞുകൊണ്ട് ആ ബുദ്ധിയിൽ ഇത് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം കർമ്മങ്ങളിൽ. അപ്പോൾ ഇതിൽ ആശകളൊന്നും വേണ്ട, കർമ്മഫലങ്ങളിൽ ആശകൾ വേണ്ട, കർമ്മങ്ങളിൽ ആസക്തി വേണ്ട, സ്വധർമ്മം അനുഷ്ഠിക്കുക. അതാണ് ഒരു കർമ്മയോഗി ചെയ്യുന്നത്. ഒന്നിനോടും ആശയില്ല. ഇപ്പോൾ ഒരു സ്വപ്നത്തിലിരിക്കുന്ന ഒരു വ്യക്തി ആ സ്വപ്നത്തിൽ ഉണർന്നുകൊണ്ട് തന്നെ ആ സ്വപ്നം നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സ്വപ്നം അറിയാം, ഞാൻ തന്നെയാണ് പലതായിട്ട് സ്വപ്നമായിട്ട് ഇരിക്കുന്നത്, എൻ്റെ മനസ്സിൽ തന്നെയാണ്, വേറെ ആരും പുറത്തുനിന്ന് വന്നതല്ല. എന്നിരിക്കെ ഞാനല്ലാതെ ഇവിടെ യാതൊന്നും ഇല്ല എന്ന് ആ ദ്രഷ്ടാവിനെ പോലും കാണുമ്പോൾ ആ സ്വപ്നത്തിൽ ഉണർന്നവൻ അറിയുന്നുണ്ട്. സ്വപ്നം നടക്കുന്നു എന്ന് വിചാരിക്കുക, അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ അവിടെ സ്വപ്നത്തിലുള്ള വ്യക്തിയും ഉണ്ട്, നിങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങൾ ഉണർന്നുകൊണ്ടാണ് അറിയുന്നത്. അപ്പോൾ അത് നിങ്ങളെ ബന്ധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ അവിടെ സ്വപ്നത്തിൻ്റെ വ്യക്തിയുടെ ആ വാസനയ്ക്കനുസരിച്ച് അവൻ കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോഴും അവിടെ അവനല്ലാതെ യാതൊന്നും ഇല്ലല്ലോ. അത് ഉണർന്നു കഴിഞ്ഞാൽ തിരിച്ചറിവുണ്ട്. ആ ഉണർന്നു എന്നുള്ളത് അങ്ങനെ സാധ്യമല്ല, പക്ഷെ അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ഉണർന്നവന് ഞാനല്ലാതെ ഇവിടെ യാതൊന്നുമില്ല, ഈ പക്ഷിയും മൃഗവും മരവും ലോകങ്ങളും നാനാത്വവും ഞാനടക്കം, ഈ ശരീരം അടക്കം നിൽക്കുന്ന ആ വ്യക്തി അടക്കം ഞാൻ തന്നെയാണ്, ഞാനല്ല അവിടെ യാതൊന്നുമില്ല ആ സ്വപ്നത്തിൽ എന്നവൻ തിരിച്ചറിയുന്നു. നോക്കി അറിയുമല്ലോ, അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ. അപ്പോൾ അവിടെ എങ്ങനെ അവൻ കർമ്മം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, അവനല്ലാതെ യാതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതെല്ലാം നടക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നുണ്ടെങ്കിലും അവിടെ യാതൊന്നും നടക്കുന്നില്ല എന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്. അതാണ് ഒരു ജ്ഞാനിയുടെ നില. ജ്ഞാനി ഞാനല്ലാതെ ഇവിടെ യാതൊന്നുമില്ല, ഈ ജാഗ്രതയിലും ഇവിടെയാണ് ബോധം ഉണ്ടാവുന്നത്, ആത്മബോധം ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഞാനല്ലാതെ യാതൊന്നുമില്ല. അപ്പോൾ കർമ്മത്തോടും ബന്ധമില്ല, കർമ്മഫലത്തോടും ബന്ധമില്ല, ആരോടും മത്സരവുമില്ല, ദ്വന്ദ്വാതീതനാണ്. ഒരു സുഖവും ദുഃഖവും ഒന്നും അവനെ സ്പർശിക്കുന്നില്ല എന്നതാണ് അവൻ്റെ നില. മറ്റുള്ളത് ശരീര മനോബുദ്ധികളുടെ ധർമ്മങ്ങൾ അത് തുടർന്നുകൊണ്ട് പോകുന്നു, അത് ഇല്ലാതാകുന്നില്ല. ഒരു ജ്ഞാനനിഷ്ഠന് ശരീരബുദ്ധികളെല്ലാം നശിച്ചു പോവുകയല്ല ചെയ്യുന്നത്, ബാധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ബാധിക്കപ്പെട്ടു കഴിഞ്ഞു. നാശവും ബാധയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അദ്ദേഹം അതിനെ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ശരീര ബുദ്ധികളിലൊന്നും താതാത്മ്യപ്പെടാതെ, അതിലൊന്നും ഞാൻ എൻ്റെ എന്നുള്ള ബുദ്ധി വയ്ക്കാതെ, നിർമ്മമനായി മമത്വ ബുദ്ധിയില്ലാതെ, ആശകളൊന്നുമില്ലാതെ അവൻ തത്വബോധത്തിൽ നിശ്ചിന്തനായിരിക്കുന്നു, അല്ലെങ്കിൽ തത്വബോധത്തിൽ നിഷ്ഠയുള്ളവനായിരിക്കും. ഇത് തന്നെയാണ് ഒരു കർമ്മയോഗി സാധനയായിട്ട് സങ്കല്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ ബുദ്ധിയിൽ ഉറപ്പിക്കേണ്ടത്, അവനവൻ്റെ സ്വരൂപത്തെ ഉറപ്പിക്കേണ്ടത്. അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ സ്വധർമ്മമായ കർമ്മത്തെ ഈശ്വരാർപ്പണമായി ആശകളെല്ലാം വെടിഞ്ഞ് ഫലങ്ങളുടെ സംഘമെല്ലാം വിട്ട് കർമ്മയോഗം ചെയ്യണം. അപ്പോൾ എന്ത് കർമ്മമാണ്? സ്വധർമ്മമായ കർമ്മത്തെ. അതിൽ ആശ വെച്ചിട്ടല്ല, കർമ്മത്തിൽ ആശയൊന്നുമില്ല, ഞാൻ എൻ്റെ എന്നില്ല, എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണ്ട, അങ്ങനെയല്ല. കുടുംബം ഉണ്ട്, ശരിയാണ്, അതൊരു ധർമ്മമാണ്, ചെയ്യേണ്ടതാണ്, ചെയ്യുക. ഒരു മകനോ അച്ഛൻ അല്ലെങ്കിൽ സഹോദരൻ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമാണെങ്കിൽ, അവിടെ ആവശ്യമുണ്ടെങ്കിൽ അത് തീർച്ചയായും ചെയ്തിരിക്കണം ധർമ്മത്തിനനുസരിച്ച്. അവിടെ അധർമ്മത്തിലാണെങ്കിൽ അധർമ്മത്തിൽ നിൽക്കാനും പാടില്ല, അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കരുത്. ധർമ്മത്തിനനുസരിച്ച് വേണ്ടതെല്ലാം അവിടെ ചെയ്യുക. അത് ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ഇത് എൻ്റെ ആൾക്കാരാണ്. ഇപ്പോൾ അർജുനൻ സംഭവിച്ചത് അതാണ്. എൻ്റെ ആൾക്കാരാണ് മുന്നിൽ നിൽക്കുന്നത്. പിതാമഹൻ, ഗുരുക്കന്മാർ, പുത്രന് തുല്യന്മാർ, അതുപോലെ അമ്മാവന്മാർക്ക് തുല്യന്മാർ, ഭാര്യയുടെ അച്ഛൻ, അങ്ങനെയുള്ളവരെയൊക്കെയാണ് കണ്ടത്. എൻ്റെ എന്നുള്ളത് കണ്ടു, അവിടെ ധർമ്മത്തെ കണ്ടില്ല. അപ്പോൾ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു അവിടെ.
അല്ലാതെ ആ ധർമ്മത്തോട് ഇപ്പോൾ ഒരു ജഡ്ജി വിധി നടപ്പാക്കുകയാണ്, സ്വന്തം അടുത്ത് ബന്ധമുള്ളവരാണ് അതിന് പ്രതികളെങ്കിൽ അവിടെ അവരെയാണല്ലോ കാണേണ്ടത്. അതുകൊണ്ടാണല്ലോ കണ്ണടച്ചുകൊണ്ട് ക്ലാസ് പിടിച്ചുകൊണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ വിധിയെ നിശ്ചയിക്കുന്നത്. അവിടെ ആരാണ് മുന്നിൽ എന്നുള്ളതല്ല, മറിച്ച് അവിടെ ധർമ്മം എന്താണ്, ആ ധർമ്മത്തിന് കൂടെ നിൽക്കുക. അതിനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല, ധർമ്മത്തെ ഇഷ്ടപ്പെടുന്നില്ല, ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആ ധർമ്മം ചെയ്യുക, അത് ഈശ്വരാർപ്പണമായി ചെയ്യുക. അപ്പോൾ ഒന്നിനോടും ബന്ധമില്ല, സ്വന്തം മക്കളോടോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോടോ ഒന്നിനോടും ബന്ധമില്ല, ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. ധർമ്മമാണോ അത് ചെയ്യുക. അപ്പോൾ ധർമ്മത്തെ ചെയ്യാൻ ഈശ്വരാർപ്പണമായി ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫലങ്ങളോ, ആ ഫലങ്ങളിൽ ഇച്ഛിക്കേണ്ട. ഇതെല്ലാം നടക്കേണ്ടതുപോലെ നടന്നിരിക്കും. അത് നമ്മുടെ ഇച്ഛ കൊണ്ടൊന്നുമല്ല അത് നടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കുക. ഒന്നിനോടും ബന്ധപ്പെടാതെ നിരാശീർ നിർമ്മമോ, മമതയില്ല, ഒന്നിനോടും നിർമ്മമനായി, ഒന്നിനോടും മമതയില്ല, ധർമ്മമാണോ ചെയ്യുക. അപ്പം അങ്ങനെ ധർമ്മത്തെ ചെയ്തുകൊണ്ട് കർമ്മയോഗി, തത്വജ്ഞനെ സംബന്ധിച്ചുള്ള ആ ധർമ്മവുമില്ല, അധർമ്മങ്ങൾക്കും അതീതനാണ് തത്വജ്ഞൻ. അപ്പോൾ ഒരു കർമ്മയോഗി ആ ധർമ്മത്തെ ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട് ചിത്തശുദ്ധി പ്രാപിക്കണം. അപ്പോൾ ഇതെല്ലാം തത്വജ്ഞനെക്കുറിച്ച് ഇവിടെ പറയുന്നത്, തത്വജ്ഞനെക്കുറിച്ച് വേറൊരു വ്യക്തിയെ നമ്മൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്, നമുക്ക് എന്തു കാര്യം. ഒരു വിവേകാനന്ദൻ ഉണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് വല്ല കാര്യം. അപ്പോൾ നമ്മുടെ സ്വരൂപത്തെ, നമ്മുടെ ആത്മസ്വരൂപത്തെ, സ്വസ്വരൂപത്തെ അതിനെ സാക്ഷാത്കരിക്കാനുള്ള വഴികൾക്കാണ് ഈ തത്വജ്ഞൻ്റെ നിലകളെല്ലാം പറയുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ തന്നെ നിലയാണ്, നമ്മുടെ സ്വരൂപമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ ആ തത്വബോധത്തിൽ ഉറപ്പിച്ചുകൊണ്ട്, മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് സാധനകളായ കർമ്മയോഗത്തെ അനുഷ്ഠിക്കാനാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ചെറു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമസ്കാരം.